ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഈ വീഡിയോ പിടിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറച്ചു മുമ്പ് ഒരാളായിട്ട് ചർച്ച നടത്തി. പുള്ളിയുടെ അഭിപ്രായത്തിൽ സഞ്ജു സാംസൺ ഇന്ത്യൻ ടീം മിസ്ട്രീറ്റ് ചെയ്യുന്നതായിട്ടാണ് പുള്ളിയുടെ വിചാരം. അപ്പൊ അതിനെ തക്കതായ രീതിയിൽ കുറച്ച് വീഡിയോസും സഞ്ജു സാംസനെ അവസരം കൊടുക്കുന്നില്ല, പുള്ളിനെ ഓപ്പണിംഗ് കളിപ്പിക്കണം, ഇങ്ങനെയൊക്കെയുള്ള വാദങ്ങൾ വന്നു. അപ്പൊ ഞാൻ ഈ വാദം പൊതുവെ ഞാൻ കാണുന്നത് ഒരു ഇടത് ലൈനുള്ള, അല്ലെങ്കിൽ ക്രിക്കറ്റിനെ കുറിച്ച് അധികം പ്രാവീണ്യമില്ലാത്ത ആൾക്കാരാണെന്നാണ് ഞാൻ ഈ കാണുന്നത്. അതിനർത്ഥം ബീങ് ആൻ ആക്റ്റീവ് ഫോളോവർ ഓഫ് ദി ഗെയിം ഫോർ ദ ലാസ്റ്റ് ഫ്രം 1981 ഓൺവേർഡ്സ്. ഓക്കെ, അപ്പോ അത്യാവശ്യം ക്രിക്കറ്റ് ക്ലബ് ലെവലിലൊക്കെ കളിച്ചിട്ടുള്ളത് കൊണ്ട് ഒരു ക്രിക്കറ്റിനെ കുറിച്ച് ഒരു ലിറ്ററേറ്റ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അതിലൊരു വാസ്തവം ഉണ്ടെന്ന് ഞാൻ കാണുന്നില്ല. ഇപ്പൊ ഞാൻ ഒരു 1-2 ലിമിറ്റേഷൻസ് ഉണ്ട് എൻ്റെ വീക്ഷണത്തിന്. ഞാൻ സഞ്ജു സാംസന്റെ വളരെ കുറച്ച് IPL മാച്ചസേ കണ്ടിട്ടുള്ളൂ. ഞാൻ പുള്ളിയുടെ കണ്ടിട്ടുള്ള 2 മാച്ചസ് എന്നെ ഇംപ്രസ് ചെയ്തത് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ പുള്ളി അടിച്ച 2 സെഞ്ചുറികളാണ് എനിക്ക് ഓർമ്മയുണ്ട്. അതിന്റെ ഷോർട്ട് സെലക്ഷൻ ഒക്കെ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളി ഓപ്പണറാണ് ഇറങ്ങിയത്. പിന്നെ സൗത്ത് ആഫ്രിക്കയെതിരെ അത്രയും നല്ലൊരു അക്കംപ്ലിഷ്ഡ് ടീമിനെതിരെ ഒരു മലയാളി അത്രയും നല്ലൊരു ഒരു പ്രകടനം ഇതിനു മുമ്പ് ഞാൻ കണ്ടേക്കുന്നത് ശ്രീശാന്തിൻ്റെതാണ്. പക്ഷെ ശ്രീശാന്ത് ഒരു ബോളറായിരുന്നു. പക്ഷെ ഒരു പെർട്ടിക്കുലർ മാച്ച് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതായത് ഒരു സൗത്ത് ആഫ്രിക്കൻ ആള് പുള്ളിയെ കളിയാക്കി കഴിഞ്ഞപ്പോൾ അടുത്ത ബോള് ശ്രീകാന്ത് നേരെ സ്ട്രെയിറ്റ് പുള്ളിയെ 6 അടിക്കുക, എന്നിട്ട് തിരിച്ച് കോപ്രായനും കാണിക്കണം. ആൻഡ്രൂ നെല്ലല്ല, വേറെ ഏതൊരു ബോളറായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. അതായത് ഇത് ചെയ്തേക്കണേ. അപ്പൊ എന്താണ് പുള്ളി സഞ്ജു സാംസൺ ഈസ് വെരി എഫക്റ്റീവ് അറ്റ് ഇന്റർനാഷണൽ ലെവൽ എന്നുള്ളതിന്റെ ഡൗട്ട് ഒന്നുമില്ല. സോ ഹി ഹാസ് പ്ലേഡ് വെൽ ആസ് എൻ ഓപ്പണർ ഫോർ ഷുവർ, ഓർ വൺ ഡൗട്ട്. പുള്ളി ഫസ്റ്റ് നേരത്തെ കയറുകയാണെങ്കിൽ പൊതുവെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സഞ്ജു സാംസനെ ഞാൻ കുറച്ചുകൂടി ഒരു ക്ലാസിക്കൽ, ഒരു ടെക്നിക്കലി നല്ല ഒരു ക്രിക്കറ്ററായിട്ടാണ് ഞാൻ കാണുന്നത്. അതായത് പുള്ളി കുറച്ചുകൂടി ഷോർട്ട് സെലക്ഷനൊക്കെ കുറച്ചുകൂടി ഒരു മുൻനിര ബാറ്റ്സ്മാനെ മാതിരിയാണ്, ഒരു ഹിറ്ററെ മാതിരിയല്ല പുള്ളി കളിക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള ഒരാളെ ഒരു മിഡിൽ ഓർഡറിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഹി വോണ്ട് ബി ഏബിൾ ടു എക്സൽ എന്നുള്ളൊരു തോന്നല് എനിക്കുമുണ്ട്. അതായത് ഒരു അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷൻ ഇവിടെ ഈ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർക്ക് 1 ഡേ മുതലുണ്ട്. അപ്പൊ ആദ്യം തന്നെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയുടെ ചരിത്രം, ക്രിക്കറ്റിന്റെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ സയ്യദ് കിർമാണി ഈ ടെസ്റ്റില് സെഞ്ചുറി ഒക്കെ അടിച്ചിട്ടുള്ള ആളാണ്. ഒരു കർണാടകയിൽ നിന്നുള്ളൊരു രഞ്ജി പ്ലെയർ ആയിരുന്നു. പിന്നെ പുള്ളി കാലങ്ങളോളം ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ആയിരുന്നു. ഹി യൂസ് ടു ബി എ ഗുഡ് ബാറ്റ്സ്മാൻ. പിന്നെ സദാനന്ദ് വിശ്വനാഥ് അത്ര എക്സൽ ചെയ്തില്ലെങ്കിലും ഹി ഓൾസോ വാസ് എ കേപ്പബിൾ ബാറ്റ്സ്മാൻ. ബട്ട് ഈ എന്തെങ്കിലും പുള്ളിയുടെ ബാറ്റിങ്ങിന് കുറവുണ്ടായിരുന്നെങ്കിൽ ഹി വാസ് ആൻ എക്സലന്റ് കീപ്പർ. മേ ബി I will rate സദാനന്ദ് വിശ്വനാഥ് ഓൺ ടോപ്പ് ഓഫ് കർമ്മ. പിന്നെ ഒരു എന്താ പറയാ, ഈ നയൻ മോങ്കിയാണ്. പിന്നെ എന്താ പറയാ, ഒരു നയൻ മോങ്കിക്ക് മുമ്പ് ഒരു കിരൺ മോറെ ഉണ്ടായിരുന്നു. കിരൺ മോറെ ഹാസ് ബീൻ വൺ ലോട്ട് ഓഫ് മാച്ചസ് ഫോർ ഇന്ത്യ. പിന്നെ നയൻ മോങ്കിയ വന്നു. ഹി ഹാസ് ഓൾസോ പ്ലേഡ്. വിജയ് ദഹിയ ഹാസ് പ്ലേഡ് മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സ്. പിന്നെ ദിനേശ് കാർത്തിക്, ദ്രാവിഡ് കുറെ കാലം കീപ്പർ ആയിരുന്നു. സോ ഈവൻ ദോ ഹി വാസ് എ ബാറ്റ്സ്മാൻ, ഗാംഗുലി മേഡ് ഹിം ടു ബിക്കം എ കീപ്പർ സോ ദാറ്റ് ഒക്കെ ഒരു എക്സ്ട്രാ ബോളറിനെ ഓൾറൗണ്ടറിനെ കളിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ ദിനേശ് കാർത്തിക് ആണ് ഒന്ന് പൊങ്ങി വന്നപ്പോ ധോണിയുടെ എമർജൻസ്. ഞാൻ ഒരു വിക്കറ്റ് കീപ്പിങ്ങില് ധോണി പിൽക്കാലത്ത് വളരെ ഷാർപ്പൊക്കെ ആവുമായിരുന്നെങ്കിലും ആദ്യകാലത്ത് ഐ യൂസ് ടു തിങ്ക് ദാറ്റ് ധോണി വാസ് ഇൻ ദ ടീം മോർ ഫോർ ഹിസ് ബാറ്റിംഗ് ദാൻ ഹിസ് സ്റ്റംപിങ്. പിന്നെ പുള്ളിയുടെ ക്രിക്കറ്റിംഗ് ബ്രെയിനും പിന്നെ ബിഹൈൻഡ് ദ സ്റ്റംപ്സ് ധോണി കാണിച്ച ഹീറോയിക്സ് ആണ് ധോണിക്ക് ആ രീതിയിലുള്ളൊരു എഫക്റ്റീവ്നെസ് ഉണ്ടായത്. പക്ഷെ ദിനേശ് കാർത്തിക്, ടു ബി ഫെയർ വിത്ത് ഹിം, പുള്ളി വർക്ക് ചെയ്തിട്ട് ബാറ്റ്സ്മാൻ ആയിട്ട് വളരെ തിരിച്ച് ടീം വരികയും അവസരം കിട്ടുമ്പോഴൊക്കെ കളിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ അപ്പോ ബേസിക്കലി വിക്കറ്റ് കീപ്പേഴ്സ് ആർ സപ്പോസ് ടു സ്കോർ ഫോർ ഇന്ത്യ. ഒരു പണ്ട് മുതലേയുള്ള ഒരു ഇതാണ്. ഇപ്പോ സഞ്ജു സാംസൺ അവസരം കിട്ടിയില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നം വന്നു വെച്ചാല്, ഈ ദിനേശ് കാർത്തിക്കിന് ധോണി വന്നപ്പോ പോയ അവസരം വഴി അൺഫോർച്ചുനേറ്റ്ലി ഫോർ സഞ്ജു സാംസൺ
ഋഷഭ് പന്തിന്റെ എമർജൻസ് വാസ് എ ഹ്യൂജ് ബ്ലോ. അതർവൈസ് ഹി വുഡ് ഹാവ് ബീൻ എ റെഗുലർ വിക്കറ്റ് കീപ്പർ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഋഷഭ് പന്തിനെ ഇപ്പൊ ആടേക്ക് നോർത്ത് ഇന്ത്യൻ ഫേവറേറ്റിസം എന്നൊക്കെ പറഞ്ഞ് ഇതുണ്ടായിരുന്നു. പക്ഷെ 2022 ഓസ്ട്രേലിയയിലെ ആ ടൂറിൽ 2 മാച്ച് പുള്ളി ചെയ്തു. 2-1 ഇന്ത്യ ടെസ്റ്റ് സീരീസ് ജയിച്ചപ്പോ പിന്നെ ആർക്കും സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് ഇപ്പൊ എന്താ വെച്ചാല് ഹു ഇസ് ദ ബോസ് എന്നുള്ളത്. അപ്പോ ഈ ഇപ്പൊ സഞ്ജുവിനെ ഓപ്പണറാക്കി ഇറക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകരം നമ്മള് ഇനിയിപ്പോ എന്താ പറയാ ആരിറക്കും. ഇപ്പോ ഋഷഭ് ശർമ്മയാണെങ്കിൽ ഋഷഭ് ശർമ്മയല്ല അഭിഷേക് ശർമ്മയാണെങ്കിലും ഇപ്പൊ ഈവൻ നമ്മുടെ ക്യാപ്റ്റൻ അല്ല ടെസ്റ്റിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ശുഭ്മൻ ഗിൽ, അവരാണെങ്കിലും രണ്ടുപേരും നല്ല എക്സ്പ്ലോസീവ് ബാറ്റിംഗ് തന്നെ. പിന്നെ അവരൊരുമിച്ച് കളിക്കുന്ന ആൾക്കാരാണ്. ആൻഡ് ഒമാനെതിരെ സഞ്ജുവിനെ നേരത്തെ ഇറക്കിയിട്ടപ്പോ ഹി ബിക്കെയിം ദ ടോപ്പ് സ്കോറർ. പക്ഷെ റൺ അഗേൻസ്റ്റ് ഒമാൻ, UAE, ബംഗ്ലാദേശ് ഒന്നും ആരും അത്ര സീരിയസ് ആയിട്ട് എടുക്കാറില്ല. പക്ഷെ ബംഗ്ലാദേശ് ഒരു കേപ്പബിൾ ബോളിംഗ് സൈഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോ ഒരു മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ ആയിട്ട് സഞ്ജുവിന്റെ ആ ഇന്നിങ്സ് ഞാൻ കണ്ടു. ആർക്കെതിരെയായിരുന്നു? ഈ സ്കോർഡ് സം 17 റൺസ്. ടു ബി ഫെയർ വിത്ത് സഞ്ജു, ആ മാച്ചിന്റെ ഒരു ടോട്ടൽ സ്കീം ഓഫ് തിങ്സിൽ ഐ തിങ്ക് ഹി പ്ലേഡ് റിയലി വെൽ. പക്ഷേ എന്താ പറയാ, ഈ 17 ബോളിൽ 13 റൺ എടുത്തു. പക്ഷെ ഇന്ത്യക്ക് കുറെ വിക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പുള്ളി ഇവിടെ ക്രീസിൽ കളിച്ചത്. ഒരു കവർ ഡ്രൈവ് അടിപൊളി ഷോട്ട് തന്നെയായിരുന്നു. പക്ഷെ പുള്ളി ഔട്ടായി പോയ ആ രീതി, മേ ബി ബോളിനൊക്കെ നല്ല മൊമെന്റും സ്പീഡ് ഉണ്ടെങ്കിൽ ചിലപ്പോ പേസ് ഉപയോഗിക്കുന്ന ആളായിരിക്കും. ഇപ്പൊ സ്പിന്നേഴ്സിനെതിരെ നമ്മൾ IPL അടിക്കുന്ന മാതിരിയല്ല ഇന്റർനാഷണൽ മത്സരത്തിൽ. പിന്നെ പ്രത്യേകിച്ച് കേരളത്തിന് അങ്ങനെ ഇപ്പൊ ശ്രീശാന്തും ഒരു അഭയ് കുരുവിള, അങ്ങനെ വളരെ കുറച്ച് ആൾക്കാരാണ് കേരളത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ സഞ്ജു ആണ് ഞാൻ നോക്കിയിട്ട് ഒരു ബാറ്റ്സ്മാൻ എന്നുള്ള നിലയിലേക്ക് എന്താ പറയാ ആ ലെവലിലോട്ട് കയറി വന്നേ. അപ്പോ ഇറ്റ്സ് അൺഫോർച്ചുനേറ്റ് ദാറ്റ് പിന്നെ ഇന്നലത്തെ മത്സരത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷർ പട്ടേലിനെ സഞ്ജുവിന് മുകളില് ഇത് അവസരം നിഷേധിച്ചതിനേക്കാൾ ആവാൻ പറ്റില്ല. ടീമിന്റെ സഞ്ജു ഇസ് എ കേപ്പബിൾ ബാറ്റ്സ്മാൻ ദെൻ അക്ഷർ പട്ടേൽ എന്നാണ് ഞാൻ പറയുന്നത്. മേ ബി എന്തായാലും പിഞ്ചീറ്റ് ചെയ്തിട്ട് പുള്ളി എന്തെങ്കിലും റൺ അടിക്കും എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പൊ ഇന്നിപ്പോ നെക്സ്റ്റ് ടെസ്റ്റിന്റെ ടീം ഇതിപ്പോ ധ്രുവ് ജുറേലും വേറെ ആരോ കണ്ടൊക്കെയാണ് കിപ്പറ്റ് നമ്പർ 1 and 2. അപ്പൊ ഇന്ത്യ ഈ കളിക്കാരെയൊക്കെ കൂടുതൽ അക്കോമഡേറ്റ് ചെയ്യാനാണ്. T20 ഒരു ടീം, 1 ഡേക്ക് ഒരു ടീം, ടെസ്റ്റിന് ഒരു ടീം എന്നുള്ള മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ സഞ്ജുവിനെ അവർ പ്രിഫർ ചെയ്യുന്നത് മറ്റേ ഈ പറയുന്ന T20യിലാണ്. അപ്പോ ഐ തിങ്ക് കൺസിഡറിങ് ഹിസ് ഏജ് ആൻഡ് ഐ തിങ്ക് പുള്ളിയുടെ ഇനിയിപ്പോ എനിക്ക് അധികം അവസരം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളിക്ക് പറ്റിയത് എന്താ പറയാ, ഋഷഭ് പന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജുവിന്റെ നെമിസിസ് എന്ന് പറയാം, ലൈക്ക് ദിനേഷ് കാർത്തിക്കിന്റെ ഇത്. പിന്നെ ഇപ്പോ ഒരു ടീം സെലക്ഷൻ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വരുമ്പോ ഈ പറയുന്ന രീതിയിൽ റീജിയണൽ സ്ഥലത്തൊന്നും വലിയ സ്ഥാനമൊന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് പാകിസ്ഥാനായിട്ട് കളിക്കുമ്പോൾ ഒരു പ്രത്യേക മൈൻഡ് സെറ്റില് അവിടെ ക്രിക്കറ്റിംഗ് മെറിറ്റിനേക്കാളും അവിടെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈര്യത്തിന്റെ ഒരു അംശമുണ്ട്. അവിടെയൊക്കെ എനിക്ക് തോന്നുന്നില്ല. ഇപ്പോ എന്താ പറയാ, കേരളത്തിൽ നിന്ന് പോകുന്ന ഒരാള് മറ്റേ എന്താ പറയാ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളൊക്കെ ഉള്ള സ്റ്റേറ്റ് ചെയ്യുന്ന ഒരാൾ പോയിട്ട് ആ രീതിയിലുള്ള ഒരു ഫൈറ്റ് ഒന്നും ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ടീം ഡിസ്ക്രിമിനേറ്റ് എന്ന് പറയുന്നത് ഒരു ബേസ്ലെസ് ആയിട്ടുള്ള വെറുതെ ഇത് ചെയ്യാനാണ്. പിന്നെ പേഴ്സൺ ലൈക്ക് ഹാർദിക് പാണ്ഡ്യ, ഓക്കെ, അയാളെയും സഞ്ജുവിനെയൊക്കെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഹാർദിക് ഈസ്, ഐ ഡോണ്ട് നോ വെദർ ഒരു പ്യുവർ ക്രിക്കറ്റിംഗ് മെറിറ്റിൽ ഹാർദിക് വലിയൊരു ബാറ്റ്സ്മാൻ ആണ്. പക്ഷെ എഫക്റ്റീവ്നെസ് ഈസ് ഹ്യൂജ് ആൻഡ് ദ കൈൻഡ് ഓഫ് കോൺഫിഡൻസ് ദേ ഷോ. ആൻഡ് ദെൻ ഏത് സമയത്തും എന്താ പറയാ അടിച്ചാ മതിയാ. അപ്പൊ തിലക് വർമ്മയുടെ ഒക്കെ ഷോട്ടൊക്കെ കാണുമ്പോ പേടിയാവാണ് എങ്ങനെയാണ് അവരൊക്കെ അടിക്കണേ എന്നുള്ളത്. ഇന്നത്തെ മാച്ചസിലധികം എഫേർട്ട് ഇതില്ലെങ്കിൽ. അപ്പോ പൊതുവെ ഞാൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ടീം ഒരു പ്രത്യേക സ്റ്റേജിലാണ്. അതായത് ഇപ്പൊ ഇറ്റ് ഈസ് ടു മച്ച് റിലയൻഡ് ഓൺ അഭിഷേക് ശർമ്മ. അഭിഷേക് ശർമ്മയുടെ ഇപ്പൊ സ്കോർ നോക്കുകയാണെങ്കിൽ 30, 31
പിന്നെ 38, 74, 75 ഇതുണ്ട്. നെക്സ്റ്റ് മാച്ച് ശ്രീലങ്കയായിട്ട് പുള്ളി ക്ലിക്കായി. അപ്പൊ ഫൈനലിലെങ്ങാനും പുള്ളി ക്ലിക്കായില്ലെങ്കിൽ മറ്റുള്ള അപ്പോ എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ഫോർ എക്സാമ്പിൾ ശുഭൻ ഗില്ലിനൊക്കെ ആ രീതിയിലുള്ള ഒരു ഏരിയൽ ലെവലിലൊക്കെ അടിക്കാനുള്ള ഷോട്ട് ഉണ്ട്. തിലക് വർമ്മ ക്യാൻ ആക്ച്വലി സ്കോർ എന്നുള്ളത് ഞാൻ മൾട്ടിപ്പിൾ മാച്ചസ് ചെയ്യുന്നുണ്ട്. അപ്പോ ഈ ഒരു വീക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ടീമില് വീക്കാണ് ഇപ്പൊ എന്റെ കണ്ണിൽ. ഇപ്പൊ ജയിക്കുന്നത് ഓക്കെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഇപ്പോ ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇന്ത്യൻ ടീം മാത്രമല്ല പല ടീമുകൾക്കും അങ്ങനെ പറ്റിയിട്ടുണ്ട്. 10 മാച്ചസിന്റെ ട്രോട്ട് ജയിച്ചിട്ട് ഫൈനൽ മാച്ച് വെൻ ഇറ്റ് മാറ്റേഴ്സ്. ഇപ്പൊ ഏതാണ്ട് ഓസ്ട്രേലിയ ആയിട്ട് അങ്ങനെ ഇന്ത്യ 10 വേൾഡ് കപ്പിലാണെന്നുള്ളത്, ലാസ്റ്റ് വേൾഡ് കപ്പില് 10 മാച്ചസ് ജയിച്ചിട്ട് ലാസ്റ്റ് വെൻ ഇറ്റ് മാറ്റേർഡ് ഒക്കെ ഇന്ത്യ ഫെയിൽ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരണമെന്നുണ്ടെങ്കിൽ ടീമിൽ ഇപ്പൊ സൂര്യകുമാർ യാദവ് ഒക്കെ പാകിസ്ഥാനെതിരെ നന്നായി ആദ്യത്തെ കളിയിൽ കളിച്ചെങ്കിലും പിന്നെ പുള്ളിക്ക് കളിക്കാൻ പറ്റിയില്ല. കാരണം എല്ലാ പന്തും പുള്ളി പല രീതിയിലുള്ള ഇംപ്രവൈസ്ഡ് ഷോട്ടൊക്കെ കളിക്കാൻ നോക്കിയിട്ട് വിക്കറ്റ് കളയുന്നതാണ്. അപ്പോൾ ഐ ഹോപ്പ് ഇവിടെ ഇന്ത്യ പ്ലേസ് വെൽ ആൻഡ് ഫൈനലിൽ ജയിക്കുക. കാരണം ഇത്രയും ഈ വെല്ലുവിളിയും ഈ കോൺട്രവേഴ്സി നടന്ന സ്ഥിതിക്ക് ഫൈനലിൽ തോക്കുക പിന്നെ എല്ലാത്തിനും ഇതിന് അതിൻ്റെ ഇടയിൽ ഇപ്പൊ സാംസൺ അവസരം കൊടുക്കുക, അത് നമ്മുടെ ഒരു റീജിയണൽ സെന്റിമെന്റ് ആണ്. സഞ്ജു സാംസൺ ഇസ് ദ ബെസ്റ്റ് പ്ലെയർ കേരള ഹാസ് പ്രൊഡ്യൂസ് ഫോർ ഷുവർ. സൗത്ത് ആഫ്രിക്കയൊക്കെ ഞാൻ ഇതന്നെ. പക്ഷേ ഇന്ന് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നത് ഈ താങ്ക്സ് ടു IPL ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ആൻഡ് ഒരു ഫ്യൂച്ചർ നോക്കുമ്പോൾ ഐ തിങ്ക് സഞ്ജു ഗോട്ട് ഇനഫ് എന്താ പറയാ, പുള്ളിക്ക് ഉദ്ദേശിച്ച രീതിയിൽ പറ്റിയില്ലെങ്കിലും ഹി ഹാസ് പ്ലേഡ് റിയലി വെൽ. ഹി ഹാസ് ഇൻസ്പയർഡ് എ ലോട്ട് ഓഫ് പീപ്പിൾ ടു പ്ലേ. അതായത് കേരളത്തിൽ നിന്നുള്ളവർക്ക് ബാറ്റ്സ്മാൻ ആയിട്ട് നന്നായി എക്സൽ ചെയ്യാന്നൊക്കെ പുള്ളി പ്രൂവ് ചെയ്തു. മേ ബി ഇഫ് എന്താ പറയാ, ഐ എം ഹോപ്പിംഗ് ദാറ്റ് മെനി മോർ സഞ്ജൂസ് വിൽ കം. അപ്പോ ഇപ്പോഴത്തെ ഇന്ത്യൻ ടീമിന്റെ ഐ എം ഹോപ്പിംഗ് ഓക്കെ ഇൻ ദ ഫൈനൽ മാച്ച് when if India has to bat deep down the order, okay, Sanju will get one more opportunity. അതിലൊരു അറ്റ്ലീസ്റ്റ് റണ്ണേ ബോൾ ഒരു 25 റൺ അടിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു.